എന്താ മോളെ ഇത്? പേടിച്ചു പോയത്? എന്താ ഗോപിട്ട ഇങ്ങനെ? എത്ര നാൾ കൂടി കണ്ടതാണ് അവനെ. അവനോട് ശരിക്കൊന്ന് സംസാരിക്കാൻ കൂടെ കഴിഞ്ഞില്ല. നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ തുടങ്ങി. പിന്നെ ഗോപിട്ടിന് എങ്ങനെ പറയാം? ആ, ഇതാണ് ഈ പട്ടിക്കാട്ടി കിടന്നാലുള്ള കുഴപ്പം. നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം ഗോപിട്ട. എനിക്ക് 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ട്. എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങിയ പോരെ മോളെ. ഒന്ന് പോയിട്ട് ഉടനെ വരാന്നേ. ഒന്നാമത്തെ വാശി തന്നല്ലോ. നിന്റെ എന്തെങ്കിലും ആഗ്രഹത്തിന് ഞാൻ തടസ്സം തന്നിട്ടുണ്ടോ? ഞാൻ ഇന്ന് ഡ്രസ് മാറിയിട്ട് വരാം. ആ, ചെല്ലേ ചെല്ലേ ചെല്ലേ. ഹലോ, കോട്ട ഷാലിമാർ നോക്കി. ഹലോ, ഞാനാടാ ഗോപി. നീ അവിടെ എന്തെടുക്കുക? ഇന്ന് വേഗമാ, എനിക്ക് പോണം. എന്റെ ഭാര്യ എന്നെ ഇപ്പൊ അങ്ങോട്ട് വിടുമെന്ന് തോന്നുന്നില്ല. ഞാൻ പോരുമ്പോ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ആ ബാത്റൂമിൽ ഞാനൊരു ലൈനിനെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. നീ ശരിക്കും ആഘോഷിച്ചിട്ട് വിട്ടാൽ മതി. റൂമിലൊക്കെ ഞാൻ പേ ചെയ്തിട്ടുണ്ട്. ഞാൻ പോയി വന്നിട്ട് നിന്നെ വിളിക്കാം. നീ എന്തായി പറയുന്നേ? നിനക്കൊരു സർപ്രൈസ് ആകട്ടെ എന്ന് കരുതിയാ ഞാൻ ആദ്യം പറയാതിരുന്നത്. ചുമ്മാ ഒരു രസമല്ലേടാ. ആളെങ്ങനെ ഉണ്ടെന്ന് നോക്ക്. നീ എന്ത് വൃത്തിയോടെ കാണിച്ചത്? എനിക്ക് അവനും സൗകര്യമില്ല. നിനക്ക് എന്താ ചെയ്തോ, ഞാൻ പോവാ. നിങ്ങളുടെ പേരെന്താ? ദേവി. ഇവൾ നിങ്ങളുടെ ആരാ? ഭാര്യയാണോ? അല്ല. അവളെ ഇവിടെ പിടിച്ചിറക്കാം. സാർ, ഞാനല്ല ഈ പെണ്ണെ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ എന്റെ സ്നേഹിതനെ കാണാൻ വേണ്ടി. സംഭവം എല്ലാം കഴിഞ്ഞിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണോ? അല്ല സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്താ നിന്റെ പേര്? രാധ. സാറ് ഇവളുടെ പേര് ജയശ്രീ എന്നാ. ഇവിടുത്തെ സ്ഥിരം പുള്ളിയാ. ഓഹോ. നടക്ക. സാർ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ സാർ. വേണ്ട വേണ്ട, ഒന്നും കേൾക്കണ്ട. എല്ലാം സ്റ്റേഷനിൽ ചെന്നിട്ട് സംസാരിക്കാം. നടക്കണം. ഹലോ, ആ 5 to 7 ഒന്ന് തരണേ. ആ, ഹലോ, അതെ, ഞാൻ ഗോപാല സംസാരിക്കുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു? അയ്യോ ചേട്ടാ, ഈ വിവരം ഞാൻ എങ്ങനെ ഡോക്ടറോട് പറയുന്നത്? നടക്കണം അങ്ങോട്ട്. നിന്നെ ഈ മുറിയിൽ ആരുമില്ലേ? ഇല്ല. എല്ലാ മുറികളും സെർച്ച് ചെയ്ത് കഴിഞ്ഞല്ലോ? കഴിഞ്ഞു സാർ. എല്ലാത്തിനും പിടിച്ച് വണ്ടി കയറ്റും. നടക്ക. നടക്കാൻ. സാർ, ഞാൻ നിരപരാധിയാണ് സാർ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. താൻ നേരത്തെ ആലോചിക്കണമായിരുന്നു. ഞാനൊരു സ്നേഹിതനെ കാണാൻ വേണ്ടി വന്നു. കൂടുതലൊന്നും പറയണ്ട. 302 ഒരു ജീപ്പ് കയറ്റ. നടക്കണം. ആ, ഇതിലോട്ട് ഇറക്കി.
എല്ലാത്തിനെയും പിടിച്ചാത്തോ കേട്ടോ സാർ, ഞാൻ നിരപരാധിയാണ് സാർ. ഞാനൊരു സ്നേഹിതനെ കാണാൻ വേണ്ടിയാണ് ഹോട്ടലിൽ വന്നത്. സാറിന് വിശ്വാസമല്ലേ ഈ പെൺകുട്ടിയെ ചോദിച്ചോ? വേണ്ട വേണ്ട, ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ പോലെ തന്നെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ പ്രത്യേകതയൊന്നുമില്ല. സാർ, എന്റെ വീട്ടിൽ ഷാളാ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നാളെ കോടതി പറഞ്ഞാൽ മതി. തങ്കമൻ പിള്ളേ, ഇറങ്ങിയോട്. വീട്ടിൽ പോകുന്നു. ഇനി ഈ വീട്ടിൽ എന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ അല്ല, എന്റെ മോളെ ഞാൻ കൊണ്ടുപോകുന്നു. രാവിലെയാണ് ഞാൻ വിവരം അറിഞ്ഞത്. കോടതിയിൽ വന്നപ്പോൾ രവി ഇങ്ങോട്ട് വന്നു. സത്യത്തിൽ എന്താണ് രവി ഉണ്ടായത്?